ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് നമുക്ക് കുക്കറിൽ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ഒരു കൂട്ടാൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കുന്ന ഈ ഫ്രൂട്ടിന് ഒത്തിരിയേറെ സവിശേഷതകളുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് നമുക്ക് കറി വെച്ച് കഴിക്കുകയും ചെയ്യാം, പഴുപ്പിച്ചും കഴിക്കാം. അപ്പോൾ ഇതിൽ നിറയെ വിറ്റാമിൻസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. പിന്നെ നമ്മുടെ പ്രതിരോധ സിസ്റ്റം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കും പറ്റും. പിന്നെ ഇതിൽ നിറയെ വിറ്റാമിൻസ് ഉണ്ട്, പൊട്ടാഷ്യം, മാഗ്നീഷ്യം, സിങ്ക് അങ്ങനെയുള്ള ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ക്യാൻസർ, ബ്രെസ്റ്റ് ക്യാൻസറൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഇതിൽ നിറയെ നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ മുട്ടുവേദനയൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1/2 കിലോയുടെ ഒരു മുള്ളൻ ചക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലപോലെ അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ അതിൻ്റെ കൂടെ ഒരു കുരു ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചെത്തിയെടുക്കുമ്പോൾ അതിങ്ങനെ കളഞ്ഞെടുക്കുക. പിന്നെ കിട്ടാത്തത് നമുക്ക് വേവിക്കുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത്. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് വെള്ളത്തിൽ. അപ്പോൾ അതിലൊരു ചെറിയൊരു കറി ഉണ്ടാവും, അതൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എല്ലാം കൈയളവാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതുണ്ട്, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ പച്ചവണ്ണം മാറുന്നോടം വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ പച്ചമുളകിന് അല്ലെങ്കിൽ കാന്താരി ആണെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കുകയാണ്. ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നോടം വരെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി ചേർക്കാം. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് സവോള ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ക്യൂബ് സൈസിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ അത് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള നല്ല സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒക്കെ കൈയളവാണ്, ഞാൻ അളവ് മുകളിൽ എഴുതി വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഇവിടെ സവോള ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒത്തിരി പൊടികളൊന്നും ചേർക്കുന്നില്ല. ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. അപ്പോൾ നമുക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കൈയളവാണ് ചേർക്കുന്നത്. ഏകദേശം 2-2.5 ടീസ്പൂണോളം മീറ്റ് മസാല വരും കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നോടം വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ പൊടികൾ കരിഞ്ഞു പോവാതെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയും മീറ്റ് മസാലയാണ് ഈ കറിയുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പം നമുക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് തരുന്ന പൊടികളാണത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പോളം ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. തണുപ്പ് വെള്ളം ചേർക്കരുത്. തണുപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും കറികൾക്ക്. അപ്പോൾ എന്ത് കറി വയ്ക്കുകയാണെങ്കിലും നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളം ചേർക്കുക. അപ്പം നമുക്ക് ആ കറിയുടെ അപ്പോഴുള്ള സ്റ്റേജിനനുസരിച്ചുള്ള ഇത് കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഗ്രേവി തിളയ്ക്കാൻ വയ്ക്കാം. അതായത് ചാറ് നല്ലപോലെ വെന്ത് കിട്ടുന്നിടം വരെ തിളപ്പിക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുള്ളൻ ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്.
മീഡിയം സൈസ് കട്ട് ചെയ്തിട്ട് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടപ്പ് വെച്ചിട്ട് അടച്ചിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി അതൊന്ന് വേവിച്ചെടുക്കാം. ശരിക്കും മുള്ളൻ ചക്ക വേവാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. കടച്ചക്കയുടെ ഒക്കെ ഒരു കാറ്റഗറി പെടുന്നതാണ്. അപ്പം നമ്മൾ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാലും നമുക്ക് കടച്ചക്കയുടെ ഒരു ടേസ്റ്റും കൂടി കിട്ടും ഈ കറിക്ക്. അപ്പോൾ നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെയാണ് അപ്പോൾ നമ്മളിത് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ തള വരുന്നുണ്ട്. അപ്പോൾ കറി വെന്ത് കിട്ടുമ്പോൾ ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരിത്തിരി നേരം കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊരു ഓപ്ഷണലാണ്, പക്ഷേ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ മുള്ളൻ ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിലൊക്കെ ഇത് ഉണ്ടാക്കി നോക്കുക. നല്ല ബെനിഫിറ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.